കട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാണ്. സെലറി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം സെലറി അതിൽ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് സെലറി കുറച്ച് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യണം. ഗാർലിക് സെലറി ഇട്ടു, കുറച്ച് സോൾട്ടും പെപ്പറും ലേശം വൈൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഹോം മെയ്ഡ് വൈനാണെന്ന് പറഞ്ഞു. ഇതൊരു കുറച്ച് നേരം ഒന്ന് വൈൻ്റെ ഫ്ലേവർ മാം പറഞ്ഞു. സോസ് കുറച്ച് ഇതിലുണ്ട്, അങ്ങനെ കുറച്ച് സോയ സോസ് ആഡ് ചെയ്തതിൻ്റെ കളറൊന്ന് കുറച്ചൊന്ന് ഡാർക്ക് ആക്കാം. ഇത് നിർബന്ധമില്ല, സോസ് ആഡ് ചെയ്യുന്ന നിർബന്ധമില്ല. നമ്മൾ വൈൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കളർ കുറച്ച് വേണ്ടി മാത്രമാണ്. വൈൻ ഇറ്റ്സെൽഫ് എന്നാണ് അതിന് ഒത്തിരി അതിനൊരു ഫ്ലേവർ ഇതൊക്കെ ഉള്ളതാണ്. ഇത് കുറച്ചൊരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച് വയ്ക്കും, ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ലേശം സോൾട്ട് ഇട്ടിട്ടൊന്ന് ഓയിലും ഇടുകയാണ് പാസ്ത ബോയിൽ ആവാനായിട്ട്. ഫിഷ് ഫില്ലയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അത് ചെറിയ പീസായി കഴിഞ്ഞാൽ ചേൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിനൊരു ചെറിയൊരു ഓറിയൻ്റൽ ചൈനീസ് ടച്ച് ഉണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ഫിഷ്. അപ്പോൾ അതിനുള്ള ഫ്ലേവർ ഇവിടെ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്പ്രിംഗ് ഒണിയൻ അതനുസരിച്ച് അതിൽ സ്പ്രിംഗ് ഒണിയൻ ആഡ് ചെയ്യും. ഫിഷ് നമ്മുടെ ഓൾറെഡി ഉണ്ട്. കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക, ജിഞ്ചർ പേസ്റ്റ്, ബ്രെഡ് ക്രംബ് കുറച്ച് ആഡ് ചെയ്യുന്നത് ഒരു ബൈൻഡിങ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് പാസ്ത ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 മിനിറ്റ്സ് എനിക്ക് കൊണ്ടത് ബോയിലാകും. സ്പ്രിംഗ് ഒണിയൻ ആഡ് ചെയ്യുകയാണ്. ഒരു ഓറിയൻ്റൽ ടച്ച് ഉള്ളതാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു സ്പ്രിംഗ് ഒണിയൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ സ്പ്രിംഗ് സ്റ്റെമ്മാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് മാറും. അത്യാവശ്യം കുറച്ച് തരി ചെയ്താലും കുഴപ്പമില്ല, അത്രയും ഫൈൻ ആക്കണമെന്നില്ല, ഒരു പേസ്റ്റ് ആക്കി എടുത്താൽ. നമ്മുടെ ഫിഷ് കേക്കിൻ്റെ മിക്സ്ചർ റെഡിയാണ്. ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ സ്മെല്ലും ഒപ്പം ആ ഫിഷ് നല്ല ബ്ലെൻഡായതിൻ്റെ ആ ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടെ സ്പൈസി ആക്കണമെങ്കിൽ ഇതിൽ ടബാസ്കോ അങ്ങനെയുള്ള സോസ് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആക്കാം. നമ്മൾ അധികം സ്പൈസി ആക്കുന്നില്ല. ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് നോർമൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാണ്. പാസ്തയുടെ ഫ്ലേവറും കൂടെ ഒന്ന് കിട്ടുമ്പോഴത്തേക്ക് ആ മൊത്തം ഡ്രസ്സിങ് എടുത്ത് നിൽക്കും. ഇപ്പോൾ ഹേർബ്സിൻ്റെ ഒരു ഉപയോഗം നമുക്ക് പല രീതിയിലായി. ഇപ്പം നമ്മൾ ചിക്കൻ പ്രിപ്പറേഷൻ നമ്മൾ തൈം ഉപയോഗിക്കാം. ഇപ്പം ഒരു ഡ്രസ്സിങ്ങിൽ നമ്മളിപ്പം പാർഷ്യലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഹേർബ്സ് ഒക്കെ ഉണ്ടായാൽ നമുക്ക് കുക്കിംഗ് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡ്രസ്സിങ് റെഡിയാണ്. നമുക്കിത് പാസ്തയുമായിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനായിട്ട് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ചിക്കൻ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാം. പിന്നെ നമുക്ക് കവർ വയ്ക്കുകയാണ് പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ പാസ്ത സാലഡിന് വേണ്ടിയുള്ളതെല്ലാം മിക്സ് ചെയ്യാം. വളരെ കോട്ടിങ് മാത്രം മതി, അധികം വളരെ ഡ്രിപ്പിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ് വേണ്ട. കാരണം അതിലെല്ലാത്തിനും ഓരോരോ ക്യാരക്ടേഴ്സ്, ലെറ്റ്യൂസിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടണം, പാസ്തയുടെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടണം, അധികം ഇതാവാൻ പാടില്ല. ചിക്കൻ അവിടെ ഗ്രില്ലായിക്കൊണ്ട് വെക്കുകയാണ്. ഫെസ്റ്റീവ് പാസ്ത സാലഡാണ്. അപ്പം ചിക്കൻ വൈനിലൊക്കെ മാരിനേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള ചിക്കനാണ് ഇതിലിടാൻ പോകുന്നത് മുകളിൽ. ഇത് വേണമെങ്കിൽ നമുക്ക് റെസ്റ്റോറേറ്റ് ചെയ്യാം. അതിപ്പം ലൈവായിട്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അധികം തണുപ്പിക്കേണ്ട ആവശ്യമില്ല.
ഫിഷ് നമ്മുടെ മീൻസ് റെഡിയാണ്. ഇപ്പോൾ ഇതിനെ ഒന്ന് ചെറിയ ചെറിയ പാറ്റീസായിട്ട് പിടിക്കണം. കുറച്ച് കോൺഫ്ലവർ ആണെങ്കിൽ നമുക്ക് ഡസ്റ്റ് ചെയ്യാൻ എടുക്കും. ചിക്കൻ നല്ലപോലെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ജ്യൂസൊക്കെ അതിൽ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പം നമുക്ക് ബ്രസ്റ്റാണ് ഉപയോഗിക്കുന്നതിൽ പെട്ടെന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് കുക്കാവും. വേണമെങ്കിൽ ഹോൾ ബ്രസ്റ്റ് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാം. അതിൻ്റെ തന്നെ ആ ജ്യൂസിൽ തന്നെ കിടന്ന് കുക്കാവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലേശം തൈം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തൈം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇന്നത്തെ ഇതിൽ തൈമിൻ്റെ ഫ്ലേവർ ആയിരിക്കും സൂപ്പിനുണ്ടാകുന്നത്. ഇപ്പം ചിക്കനിൽ ലേശം തൈമിൻ്റെ ഫ്ലേവറുണ്ട്. അവിടെ പാസ്തയിൽ നമ്മൾ പാർസ്ലി ഇട്ടുള്ള ഡ്രസ്സിങ് നമ്മൾ ചെയ്തത്. ഫൈനലി നമ്മൾ സ്പ്രിംഗ് ഓണിയനും അതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഫിഷ് കേക്ക് ഫ്ലേവർ ചെയ്തത്. അപ്പോൾ ആ ഫിഷ് കേക്കിൻ്റെ മിക്സ്ചറിൽ നിന്ന് അവരെടുക്കുകയാണ്. എടുത്തിട്ട് തന്നെ ഒന്ന് സൈസ് നമ്മുടെ ആവശ്യമുള്ള സൈസിനൊന്ന് ഇതാക്കുകയാണ്. പർട്ടിക്കുലർ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് കിട്ടണമെന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഫൈനായിട്ടുള്ള സൈസ് വേണമെന്നില്ല. ജസ്റ്റ് ഒരു നമ്മുടെ ഒരു പോർഷനിങ് കറക്റ്റാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ചിക്കൻ ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇതിൻ്റെ സ്മെല്ല് കിട്ടി തുടങ്ങി വൈൻ്റെ. ഓറിയൻ്റൽ ഫിഷ് കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാൻ ഞാൻ വെച്ച് കഴിഞ്ഞു. ഇതൊരു ഷാലോ ഫ്രൈയിങ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സെമി ഷാലോ ഫ്രൈയിങ്ങിൻ്റെ ഇതിലാണ്. അത്യാവശ്യം ഓയിലുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് കുക്കാക്കി എടുക്കുക. വളരെ പെട്ടെന്ന് കുക്കാവും. ഫിഷ് ഓൾറെഡി മിൻസ്ഡ് ആണ്. അപ്പോൾ ഇതിനുവേണ്ടി ഒരു ചെറിയ സോസും കൂടെ ഉണ്ടാക്കണം. കാരണം ഡിപ്പ് ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ഡിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഗാർലിക്കും ഇതൊക്കെ ഉണ്ടായിട്ട് അത് വെച്ചൊരു ഹോട്ട് ഗാർലിക് സോസ് മാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അതിൽ കുറച്ച് ഫ്രഷ് ചില്ലി എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ചില്ലി പേസ്റ്റ് അല്ല, ഫ്രഷ് ചില്ലി.